വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. യേശുവിനെ ഗർഭം ധരിക്കുവാൻ തന്നോട് കരുണ പ്രവർത്തിച്ച ദൈവത്തെ മറിയം മഹത്വപ്പെടുത്തുന്നതാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിന് സാമുവേലിൻ്റെ അമ്മയായ ഹന്നായുടെ പ്രവചനഗീതത്തോട് അടുത്ത സാദൃശ്യമുണ്ട് എന്ന് 1 സാമുവേൽ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറിയം കർത്താവിനെ മഹത്വപ്പെടുത്തുകയും തൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതായി പ്രഖ്യാപിക്കുകയാണ് ആമുഖമായി. ഇപ്രകാരം താൻ ചെയ്യുന്നതിനുള്ള കാരണം എന്താണ് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിലൂടെ 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. ദൈവസന്നിധിയിൽ എളിയ അവസ്ഥയിൽ കഴിയുന്ന അവിടുത്തെ ദാസിയെ തനിക്ക് വ്യക്തിപരമായി ദൈവം നൽകിയ അനുഗ്രഹത്തെ പ്രതി മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച് അവനെ മഹത്വപ്പെടുത്തുകയാണ്. ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം യേശുവിൽ പൂർത്തിയാകുന്നു. തന്നോട് ദൈവം കാണിച്ച രക്ഷാകരമായ കരുണയെ മറിയം സമൂഹം മുഴുവൻ്റെയും രക്ഷാകര അനുഭവത്തോട് ബന്ധപ്പെടുത്തുകയാണ്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന പ്രവചനം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 13-ാം വാക്യത്തിൽ ലയായുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവജന സമൂഹത്തിൽ മറിയത്തിൻ്റെ പുതിയ സ്ഥാനത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണിത്. സകല തലമുറകളും തന്നെ പ്രകീർത്തിക്കുമെന്നതിൻ്റെ കാരണം മറിയം പറയുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദൈവത്തെ വിശേഷിപ്പിക്കുവാൻ ബൈബിൾ നാം കാണുന്നത്, ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് ശക്തൻ എന്നുള്ള ഒരു വാക്യത്തിലൂടെയാണ്. ശക്തനാണ് അവിടുന്ന്. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. സങ്കീർത്തനം 24:8 പ്രബലൻ, ശക്തൻ എന്നൊക്കെയാണ് സങ്കീർത്തകൻ ദൈവത്തെ എടുത്തു പറയുന്നത്. അതേപോലെ
സങ്കീർത്തനം 71:19 ശക്തിയും നീതിയും ആകാശത്തോളം ഉയർന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സെഫാനിയ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിജയം നൽകുന്ന യോദ്ധാവാണ് ദൈവം എന്ന് എടുത്തു പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ രാജാവിനോട് യുദ്ധത്തിന് പോകുമ്പോൾ അതിനുള്ള സന്നാഹവുമായി പോകാത്തവർ ആരാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശക്തനായ ഒരു രാജാവായിട്ട് ദൈവത്തെ അവിടെ കാണിക്കുകയാണ്. വീണ്ടും 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്, ശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ എടുത്തു പറയുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന യേശു വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ സർവശക്തനായ കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ഉം 38-ഉം വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് മറിയം പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത്യുന്നതൻ്റെ ശക്തി അവളിൽ പ്രവർത്തിച്ചതിൻ്റെ കൃതജ്ഞതയാണ് അവളുടെ സ്തുതിപാഠം. താഴ്ന്ന നിലയിലിരുന്ന തൻ്റെ അടിമയെ ദൈവം തൃക്കൺ പാർത്തു കൈകൊടുത്തുയർത്തി, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വീണ്ടും കർത്താവ് തൻ്റെ ഭുജത്തിൻ്റെ ശക്തിയാൽ തൻ്റെ ജനത്തിൻ്റെ ശക്തരായ ശത്രുക്കളെ കീഴ്പ്പെടുത്തി തൻ്റെ ജനത്തെ രക്ഷിച്ചു. ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞ് ജനത്തെ വിമോചിപ്പിക്കുവാൻ വിക്കനായ മോശയാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. വിക്കനായ മോശ ശക്തനായ ഫറവോൻ്റെ അടുത്ത് ചെന്ന് അത്ഭുതങ്ങൾ 10 പ്രവർത്തിച്ചു. കഠിന ഹൃദയനായ ഫറവോൻ്റെ ഹൃദയം അലിയുന്നില്ല. ശക്തനായവൻ്റെ പ്രവർത്തനം വീണ്ടും മോശയിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. ഫറവോൻ്റെ ആദിജാതൻ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുകയാണ്. ശക്തനായവൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായി നമ്മളവിടെ കാണുന്നു. ശത്രുക്കളുടെ മേലുള്ള അവിടുത്തെ വിജയത്തിലും തനിക്ക് ദൈവം തന്നിട്ടുള്ളതിലും അവിടുത്തെ വിശുദ്ധിയാണ് പ്രകാശമായിരിക്കുന്നതെന്ന് മറിയം ഓർക്കുകയാണ്. മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു കൃതജ്ഞതാ സ്തോത്രം പാടി പരിശുദ്ധനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് ലഭിച്ച അനുഭവം ഇസ്രായേലിൻ്റെ മനുഷ്യവംശം മുഴുവൻ്റെയും അനുഭവമാക്കി മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഏറെ ശ്രദ്ധമായ ഊന്നൽ നൽകുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ മക്കൾക്ക് എത്രത്തോളം ചൊരിഞ്ഞു കൊടുക്കുന്നു എന്ന്. 51-52 വാക്യങ്ങളിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലെത്തിയ ജനത്തിന് കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് അവരെ പരിപാലിക്കുന്നത്. കുടിക്കുവാൻ വെള്ളമില്ലാത്ത അവസ്ഥ, ഭക്ഷിക്കുവാൻ ആഹാരമില്ലാത്ത അവസ്ഥ, മരുഭൂമിയുടെ അനുഭവങ്ങളിൽ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി കൊടുക്കുന്നു, കുടിക്കുവാൻ വെള്ളവും മന്നായും കാടപ്പക്ഷിയും നൽകുന്നു. ചെങ്കടൽ കടക്കുന്ന സാഹചര്യത്തിൽ രാത്രിയിൽ സുഗമമായി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുവാൻ അഗ്നിദീപത്തോട് നൽകുന്നു. സൂര്യകിരണങ്ങളെ മേഘം കൊണ്ട് മറയ്ക്കുന്നു. അങ്ങനെ തന്നെ ജനത്തെ എത്ര അത്ഭുതകരമായി അവിടുന്ന് പരിപാലിക്കുന്നു എന്നുള്ളത് മറിയം എടുത്തു പറയുകയാണ്. കർത്താവ് തന്നെ ദാസനായ ഇസ്രായേലിനെ ചെയ്തതിൽ തുടർച്ചയും പൂർത്തീകരണവുമാണ് കർത്താവിൻ്റെ എളിയ ദാസിയായ മറിയത്തിനോട് ചെയ്തിട്ടുള്ളത് എന്നവൾ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാം ദൈവപിതാവായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടുമായി ചെയ്തിട്ടുള്ള വാഗ്ദാന പ്രകാരമാണ്. ഇസ്രായേലിൻ്റെയും മനുഷ്യവംശം മുഴുവൻ്റെയും തലമുറകളുടെ ചരിത്രത്തിലുടനീളം ദൈവം എളിയവരുടെയും ദരിദ്രരുടെയും പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം പരിശുദ്ധ അമ്മ പഴയ നിയമ അനുഭവങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഘോഷിക്കുകയാണ്. എളിയവരെ കടാക്ഷിക്കുന്ന ദൈവം തൻ്റെ കാര്യത്തിൽ അപ്രകാരം ചെയ്തുവെന്ന് മറിയം തിരിച്ചറിയുകയാണ്. എളിയവരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന യേശു എന്ന സൂചനയും
മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 3 മാസത്തോളം എലിസബത്തിനോടൊപ്പം താമസിച്ചുകൊണ്ട് അവൾക്ക് വാർദ്ധക്യകാലത്ത് ദൈവം നൽകിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവളുടെ ആവശ്യം തൻ്റെ ആവശ്യത്തെക്കാൾ വലുതാണ് എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരമ്മയാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് സ്നാപയോഹന്നാൻ്റെ ജനനം. യേശുവിന് മുമ്പേ ജനിക്കുന്ന യോഹന്നാൻ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ളവനാണ്. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു, അത് പൂർത്തിയാകുവാൻ ആഗ്രഹിച്ചതിനാൽ മറിയം യേശുവിൻ്റെ അമ്മയായി. അപ്പോൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവൾ അതിന് പ്രത്യുത്തരം നൽകിയതിനാലാണ് അങ്ങനെ അവൾ ഭാഗ്യവതിയായി മാറുവാൻ കഴിഞ്ഞത്. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുന്നതിലും അനുസരിക്കുന്നതിലും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിലും കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നതിലുമെല്ലാം മറിയം വിശ്വാസികൾക്കൊരു വലിയ മാതൃകയാണ്. മറിയം കർത്താവിൻ്റെ നിയമം വിശ്വസ്തമായി പാലിക്കുന്ന ദാസിയാണ്. പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച കർത്തൃദാസിയാണ് അവൾ. പ്രിയ സഹോദരങ്ങളെ, സർപ്പത്തിൻ്റെ തല തകർത്തവളും നന്മ നിറഞ്ഞവളുമായ കന്യകാമറിയം ഉത്ഭവപാപ രഹിതയാണെന്നുള്ള വിശ്വാസ സത്യം തിരുസഭ സാവധാനത്തിലാണ് അത് പ്രഖ്യാപിച്ചത്. സർവശക്തനായ ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചുവെന്ന് ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡൺസ്കോട്ട് പറയുകയാണ്. സർവശക്തനായ ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു. കാരണം പരിശുദ്ധനായ ദൈവത്തെ ലോകത്തിൽ നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പരിശുദ്ധയായിരിക്കണം. ആ കാരണത്താലാണ് മറിയത്തെ ദൈവം സംരക്ഷിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ആംഗ്ലേയ പ്രോട്ടസ്റ്റൻ്റ് കവിയായ വില്യം വേഡ്സ്വർത്ത് പറയുന്നത്, പാപമംഗലമായ മനുഷ്യപ്രകൃതിയുടെ ഏക സ്തുതിപാത്രം എന്നാണ്. ലോകത്തിൽ മനുഷ്യരെല്ലാം പാപമംഗലമായ ജീവിതത്തിന് ഉടമകളാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ, പാപമംഗലമായ ഒരു ലോകത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്തുതി പാടുന്നവളായി മറിയത്തെ വില്യം വേഡ്സ്വർത്ത് എടുത്തു പറയുകയാണ്. 1854 ഡിസംബർ മാസം 8-ാം തീയതി അവർണ്ണനീയമായ ദൈവം ഇൻഎഫാബിലിസ് ദേവുസ് എന്ന തിരുവെഴുത്ത് വഴി 9-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തിൻ്റെ അമലോത്ഭവത്തെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അതിലിപ്രകാരമാണ് പറയുന്നത്: ഉത്ഭവത്തിൻ്റെ പ്രാഥമിക നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോമിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താൽ ഉത്ഭവഭാവത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും മറിയം സംരക്ഷിക്കപ്പെട്ടു. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവളുടെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും മറിയം സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതിയാണ്, രക്ഷകനെ നൽകുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തി പാപരഹിതയായിരിക്കണം എന്നുള്ള കാരണത്താലാണ് അങ്ങനെ ദൈവം അവളെ സംരക്ഷിച്ചത്. മാർപ്പാപ്പായുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് 1858 മാർച്ച് മാസം 25-ാം തീയതി പരിശുദ്ധയമ്മ ലൂർദിൽ വിശുദ്ധ ബർണദീതായിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ് എന്ന്. അമലയായി ജനിച്ച് കളങ്കരഹിതയായി ജീവിച്ച് പരിശുദ്ധയായി മരിച്ച മറിയത്തിൻ്റെ അമലോത്ഭവം സഭ അനുസ്മരിക്കുന്നത് അങ്ങനെയാണ്. വിനീതയും ദൈവത്തിന് വിട്ടുകൊടുത്തവളുമാണ് മറിയം. അവളുടെ ജീവിതത്തിൽ അതായിരുന്നു, വളരെ വിനീതയായിരുന്നു. താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും. അങ്ങനെ തന്നെ താഴ്ത്തിക്കൊണ്ട് അതേസമയം ദൈവത്തിന് വിട്ടുകൊടുത്തവളായി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണല്ലോ അവൾ പ്രത്യുത്തരം നൽകിയത്. ദൈവോത്തരൻ്റെ അമ്മയാവുക വഴി മറിയം സ്ത്രീകളുടെ ആദർശരൂപവും
സ്ത്രീത്വത്തിൻ്റെ പ്രതീകവുമായി മാറി. ദൈവകൃപയാൽ നിറയപ്പെടുവാൻ, എല്ലാ തലമുറകളാലും പോറ്റപ്പെടുന്നവളായി മാറുവാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിക്കുകയാണ്. പുതിയ ഹൗവായെ, മറിയത്തെ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് മംഗളവാർത്തയിലൂടെ ദൈവദൂതൻ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ടവൾ, കൃപ നിറഞ്ഞവളെ, ദൈവകൃപയാൽ നിറയപ്പെട്ടവളായി ജീവിക്കുവാൻ ദൈവം അവളെ സംരക്ഷിച്ചു. കാനായിലെ കല്യാണവേളയിൽ ഈശോ മറിയത്തെ അഭിസംബോധന ചെയ്തത് സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടാണ്. ബലഹീനതയുടെയും അനുസരണക്കേടിൻ്റെയും പര്യായമായി ചിത്രീകരിക്കപ്പെട്ട ഹൗവായെ അടിസ്ഥാനപരമായി മറിയത്തിലൂടെ തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാം ഹൗവ എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ ആദ്യത്തെ അമ്മയുടെ അനുസരണക്കേട്, തന്നിഷ്ടമായി പ്രവർത്തിക്കുവാനുള്ള ഒരു മനോഭാവം, അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് മറിയത്തെ സ്ത്രീ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചവളായി മറിയം മാറുന്നത്. രണ്ടാം സ്ത്രീ അമ്മ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുകയാണ്. അനുസരണത്തിൻ്റെയും ദൈവപ്രസാദത്തിൻ്റെയും തികവും മാതൃകയായി മാറുകയാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം വിശേഷിപ്പിക്കുക വഴി യേശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ക്രിസ്തു സഹനദാസനാണ്, സഫറിങ് സെർവൻ്റ് ഓഫ് യാവേ. അങ്ങനെയാണെങ്കിൽ സഹനദാസിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. നാഥ, ദൈവത്തിന് പ്രിയപ്പെട്ടവൾ, സഹനദാസി, സഹരക്ഷക, ദൈവദാസി, ജനതകളുടെ മാതാവ് എന്നീ വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്മയിൽ കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. ഉത്ഭവപാപത്തിന് അധീനമാകുക എന്ന സാർവത്രിക നിയമത്തിൽ നിന്ന് അവൾ ഒരിക്കലും അതീതയല്ല. മറിയവും യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവളാണ്. മറിയത്തിന് വേണ്ടി കൂടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതും പീഡകൾ സഹിച്ചതും. ഈ സത്യം സ്മരിച്ചുകൊണ്ടാണ് അമലോത്ഭവ സത്യം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് 1854 ഡിസംബർ മാസം 8-ാം തീയതി ഭാഗ്യസ്മരണാർഹനായ 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് സർവശക്തനായ ദൈവം അവൾക്ക് നൽകിയ പ്രത്യേകമായ അനുഗ്രഹത്താലും മാനവകുലത്തിൻ്റെ രക്ഷകനായ ഈശോമിശിഹയുടെ യോഗ്യതയാലും മറിയം തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ എല്ലാ കറകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്ന്. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ യോഗ്യതയാണ് മറിയത്തിൻ്റെ യോഗ്യതയ്ക്ക് അടിസ്ഥാനം. യേശു ഉദയസൂര്യൻ എങ്കിൽ മറിയം ഉഷസ്സാണ്. ഉഷസ്സിൻ്റെ ശോഭ ഉഷസ്സിൻ്റേതല്ല, അത് ഉദയ സൂര്യൻ്റെ ശോഭയാണ് എന്നുള്ളത് നമുക്കറിയാം. തൻ്റെ പ്രിയപുത്രൻ്റെ രക്ഷണീയ കൃത്യത്തിൽ ഫലം ആദ്യം നുകർന്നത് മറിയമാണ്. ആദ്യം സംരക്ഷിക്കപ്പെട്ടത് മറിയമാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിക്ക് സമ്മതം ഫിയാത്ത് നൽകിയ മറിയം ഉത്ഭവത്തിൽ തന്നെ തനിക്ക് ലഭിച്ച പ്രത്യേക വരത്തോട് ജീവിതത്തിലുടനീളം അവൾ അഭംഗുരം വിശ്വസ്തത പുലർത്തി എന്നുള്ളതാണ്. പാപത്തിന് ഒരിക്കലും അവളുടെ മേൽ അധീശത്വം ഉണ്ടായില്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്നാണല്ലോ അവൾ പ്രത്യുത്തരം നൽകിയത്. ആ മറിയത്തിൻ്റെ സമ്മതം ഉത്ഭവം മുതൽ ദൈവേഷ്ടത്തിന് അവൾ കൊടുത്തുകൊണ്ടിരുന്ന സമ്മതത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ദൈവത്തിന് നൽകപ്പെട്ട ശാശ്വത സമ്മതത്തിൻ്റെ പൂർത്തീകരണമാണത്. മറിയത്തിൻ്റെ പാപരഹിതമായ അവസ്ഥയെ അമലോത്ഭവ രഹസ്യം സൂചിപ്പിക്കുന്നു. പാപകരമായ ജീവിതം ഉപേക്ഷിച്ച് നിർമ്മലമായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയുടെ മാതൃക നമുക്ക് പ്രചോദനം നൽകുകയാണ്. അമ്മയുടെ സ്തുതിപാടൽ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആ രക്ഷകനുള്ള ആനന്ദം മാത്രമേ ശാശ്വതമായ ആനന്ദമായി നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത ആനന്ദം ഒന്നും ശാശ്വതമല്ല. പണത്തിനും പ്രതാപത്തിനും സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മനുഷ്യൻ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായ ആനന്ദം രക്ഷകനിലുള്ള ആനന്ദമാണെന്ന്
കണ്ടെത്തുവാൻ നമുക്ക് ഇടയാകണം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക? നന്നായി ജീവിക്കുന്ന മനുഷ്യൻ, എ മാൻ ഫുള്ളി അലൈവ്, തൻ്റെ ജീവിതം ദൈവത്തിന് ഒരു ദാനമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, അവൻ്റെ പ്രവൃത്തികൾ എപ്പോഴും നല്ല പ്രവൃത്തികളായിരിക്കും. അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക. ആകാശങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആകാശത്തട്ട് അവൻ്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിന് വാക്കുച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ സമസ്ത സൃഷ്ടവസ്തുക്കളും സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. സൃഷ്ടിയുടെ കിരീടമായ മനുഷ്യൻ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിലേക്ക് നീങ്ങുന്നത് അവൻ്റെ ആനന്ദം രക്ഷകനിൽ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവം എന്ന് പറയുന്നത് പാടുപീടുകളും മരണവും പുനരുത്ഥാനവും ഒക്കെ ചേരുന്ന ആ മഹത്തായ പെസഹ രഹസ്യം, അതാണ് രക്ഷകനിൽ ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ. ഇന്ന് വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ നേരിടുമ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ കൂട്ടായ്മ, എൻ്റെ സഭ, എൻ്റെ സമൂഹം രക്ഷകനിൽ ആനന്ദിക്കുന്ന ഒരു സമൂഹമായി മാറുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ദൈവം എന്നോടുകൂടിയുണ്ട്. ആ ദൈവം ശക്തനായവനാണ്. താഴ്ന്ന നിലയിലിരുന്ന തൻ്റെ അടിമയെ തൃക്കൺ പാർത്ത് കൈകൊടുത്തുയർത്തിയവനാണ്. നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ പൈശാചികമായ ബന്ധനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യക്ക് കൊണ്ടുവന്നവനാണ് ആ ദൈവം എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകണം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് എല്ലാ തലമുറകളാലും പോറ്റപ്പെടുവാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്ക് സിദ്ധിച്ചതുപോലെ ലഭിക്കുന്നത്. മദർ തെരേസയെ പോലെയുള്ള മഹത്തുക്കൾ ഈ ലോകത്ത് നൽകിയ സംഭാവന എത്ര വലുതാണ് എന്ന് കാലശേഷവും അനുസ്മരിക്കുന്ന രീതിയിൽ, ജനങ്ങൾ ആദരിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ട് എന്ന് വരികിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന തമ്പുരാൻ്റെ കാരുണ്യമാണ് നാം അനുഭവിക്കേണ്ടത്. തമ്പുരാൻ്റെ കാരുണ്യമല്ലാതെ മറ്റാർക്കും നമുക്കാർക്കും ഒന്നുമില്ല. നമ്മളത് നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് തുടർന്നുള്ള കാലഘട്ടങ്ങളിലും കരുണയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ അധികമായി നമുക്ക് ലഭിക്കും. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും ചെയ്ത വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ അവയെല്ലാം നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഇളയമ്മയായ എലിസബത്തിന് സ്നേഹത്തോടുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട് താൻ രക്ഷകൻ്റെ അമ്മയാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കാതെ യേശുവിന് വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപകയോഹന്നാൻ്റെ അമ്മയെ അവളുടെ ഗർഭകാലത്ത് ശുശ്രൂഷിക്കുന്ന, വളരെ ഔദാര്യമായി ശുശ്രൂഷിക്കുന്ന ഒരമ്മയുടെ സ്ഥാനം നാം മനസ്സിലാക്കണം. എല്ലാ സ്ഥാനങ്ങളും സേവനത്തിനു വേണ്ടിയുള്ളതാണ്. നല്ല പ്രവൃത്തികളാൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ നിരന്തരമായ ഒരു സ്തുതിപാടലാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ, അമലോത്ഭവ മാതാവിൻ്റെ, പാപമില്ലാതെ ജനിക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞ അമ്മയുടെ ആ മാതൃക, അതിൻ്റെ ആത്യന്തികമായി ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുവാനും ത്രിലോകങ്ങളുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുവാനും ഭാഗ്യം സിദ്ധിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മാതൃക നമുക്ക് കോട്ടയായിരിക്കട്ടെ.